ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓൺലൈനായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്കിടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വചന പഠനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ, അങ്ങയുടെ വചനത്തിന് ചുറ്റുമായിരിക്കാൻ ഞങ്ങൾക്ക് നൽകി തരുന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഓൺലൈനായി സംബന്ധിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ തരുന്നു. തുടർന്ന് ആരൊക്കെ ഇത് കേൾക്കുന്നവരെ എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങയുടെ വചനത്തിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ അതിനായിട്ട് ഒരുക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, സർവവല്ലഭനായ ദീർഘക്ഷമയും മഹാദയുമുള്ള തന്നെ സ്നേഹിക്കുന്നവർക്ക് നിയമവും ദൈവം പരിപാലിക്കുന്നവനായ അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ ഞങ്ങളെ ഈ രാത്രി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ഒരുക്കണം, അടിയനെയും ബലപ്പെടുത്തണം. ക്രൂസിന്റെ മറവിൽ മറഞ്ഞു നിന്ന് ഒരു കുഴലായി മാത്രം ഉപയോഗിക്കപ്പെട്ട് അങ്ങയുടെ ശബ്ദം കർത്താവെ, അങ്ങയുടെ പ്രിയപ്പെട്ടവരെ കേൾക്കുവാൻ, അനേക ഹൃദയങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ, കർത്താവെ, തേനിലേക്കാളും തേൻകട്ടയേക്കാളും മധുരമേറിയ അങ്ങയുടെ വചനം ഞങ്ങളുടെ എണ്ണാക്കിന് മധുരമായി തീരുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അത് പ്രവേശിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തില് കർത്താവെ അത് ഫലകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് ഞങ്ങളെ ഒരുക്കുന്നതായി തീരുവാൻ സഹായിക്കണം. മഹത്വം തിരുമേനി മാത്രം എടുക്കണം. അടിയങ്ങളെ താഴ്ത്തുന്നു. അടിയനെ ഒരിക്കൽ കൂടെ ബലഹീനതയോടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മഹത്വം തിരുമേനി എടുത്താട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മള് കഴിഞ്ഞ ദിവസം ഒരുമിച്ച് ചിന്തിച്ചത് തിമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് 7 മുതലുള്ള വാക്യങ്ങൾ തുടർന്ന് ചിന്തിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. 6-ാമത്തെ വാക്യത്തില് നാം കഴിഞ്ഞ എപ്പിസോഡില് ചിന്തിച്ചതുപോലെ ക്രിസ്തുയേശുവിന്റെ നല്ല ശുശ്രൂഷകനായി തീരുന്നത് എങ്ങനെയാണ് എന്ന് തീമോഥെയോസിനെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. ഹൗ ടു ബി എ ഗുഡ് മിനിസ്റ്റർ ഓഫ് ദ ലോർഡ്. ക്രിസ്തുയേശുവിന്റെ നല്ല ശുശ്രൂഷകനായി എങ്ങനെ ആയിത്തീരാം. ഹൗ ടു ബി എ ഗുഡ് മിനിസ്റ്റർ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇന്ന് നമ്മൾ 7-ാമത്തെ വാക്യത്തില് നോക്കിയാൽ അതിന്റെ തുടർച്ചയായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുകയാണ്, ഭക്തിവിരുദ്ധമായി കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. നല്ല ശുശ്രൂഷകനായി തീരുക. അതാണ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞതെങ്കിൽ ഇവിടെ തുടർന്ന് പറയുവാനായിട്ട് പോകുന്നത് ഹൗ ടു ബി എ ഗോഡ്ലി മിനിസ്റ്റർ. ദൈവഭക്തിയുള്ള ഒരു ശുശ്രൂഷകനായി എങ്ങനെ തീരുവാനായിട്ട് കഴിയും. അതാണ് 7-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്. ഇംഗ്ലീഷിൽ ആ വാക്യം ഞാനൊന്ന് വായിക്കാം. ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഗോഡ്ലെസ് മിത്സ് ആൻഡ് ഓൾഡ് വൈഫ്സ് ടെയിൽസ്, റാദർ ട്രെയിൻ യുവർ സെൽഫ് ടു ബി ഗോഡ്ലി. റാദർ ട്രെയിൻ യുവർ സെൽഫ് ടു ബി ഗോഡ്ലി. പഴങ്കഥകള്, കിഴവിക്കഥകള്, അതൊക്കെ ഒഴിച്ച് നീ ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യുക എന്നുള്ളതാണ് തുടർന്ന് പറയുന്നത്. 7-ാമത്തെ വാക്യം ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ഇംഗ്ലീഷിൽ പറയുന്നത് ട്രെയിൻ യുവർ സെൽഫ് ടു ബി ഗോഡ്ലി. ഒരു ദൈവഭക്തിയുള്ള ശുശ്രൂഷകനായി തീരുവാൻ നീ നിന്നെ തന്നെ ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ പരിശീലിപ്പിക്കുക. നമ്മൾ ഇതുവരെ കണ്ടത് ഹൗ ടു ബി എ ഗുഡ് മിനിസ്റ്റർ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ഇവിടെ ദൈവഭക്തിയുള്ള സുവിശേഷകനായി തീരുവാൻ, ശുശ്രൂഷകനായി തീരുവാൻ പരിശീലിപ്പിക്കുക. മലയാളം വേദപുസ്തകത്തിലെ ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവഭക്തി എന്നുള്ളത് പ്രത്യേകിച്ചും ഇടയലേഖനങ്ങളിൽ, പാസ്റ്ററൽ എപ്പിസൽസിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. നമ്മൾ നോക്കിയാൽ ഈ തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിൽ തന്നെ ദൈവഭക്തി എന്നുള്ള വാക്ക് 8 തവണ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭക്തി അഥവാ ദൈവഭക്തി എന്നുള്ള വാക്ക്
എന്താണ് ദൈവഭക്തി? എ ഗുഡ് ആൻഡ് ഹോളി ലൈഫ്, ഒരു നല്ല വിശുദ്ധ ജീവിതം, അതിനെക്കുറിച്ചാണ് നാം കാണുന്നത്. 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലും അവിടെ കാണുന്നു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം, 16-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. 4-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം നമ്മളിപ്പോ വായിച്ചത് ദൈവഭക്തിക്കൊത്തവണ്ണം തക്കവണ്ണം അഭ്യാസം ചെയ്യുക. 8-ാമത്തെ വാക്യം ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകും. അവിടെ നമ്മൾ 2 പ്രാവശ്യം 7-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും ദൈവഭക്തി എന്നുള്ള വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നോക്കിയാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ, അപ്പോ ഭക്തിക്കൊത്ത ഉപദേശം, അവിടെയും ദൈവഭക്തി എന്നുള്ള പരാമർശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 6-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. അവിടെയും 2 പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവഭക്തി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോ 3-ന്റെ 16 ഒരു പ്രാവശ്യം കണ്ടു, പിന്നെ 4-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങളിലെ 2 പ്രാവശ്യം, 3 പ്രാവശ്യം, പിന്നെ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഒരു പ്രാവശ്യം കണ്ടു. അപ്പോ 4 പ്രാവശ്യമായി. പിന്നെ ഇവിടെ ഇപ്പോ 6-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങളില് 2 പ്രാവശ്യം കണ്ടു. 4-2 6 പ്രാവശ്യമായി. ഇനി 11-ാമത്തെ വാക്യത്തിലും നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. അപ്പം ഇവിടെയും വീണ്ടും 11-ാമത്തെ വാക്യത്തിലും ദൈവഭക്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യം ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവഭക്തിയുള്ള ഒരു ശുശ്രൂഷകൻ, ദൈവഭക്തിയോട് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ. എന്താണ് ദൈവഭക്തി? ഒരു വിശുദ്ധമായ ജീവിതം, നല്ലതും വിശുദ്ധതുമായ എ ഗുഡ് ആൻഡ് ഹോളി ലൈഫ്. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവഭക്തി, ഒരു വിശുദ്ധ ജീവിതത്തിന്റെ തിളക്കം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എങ്ങനെ ദൈവഭക്തി ഉള്ളവനായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയും? 8-ാമത്തെ വാക്യം ഇവിടെ ഒരു കായിക അഭ്യാസിയെ കുറിച്ച്, ഒരു ഓട്ടക്കാരനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു അത്ലീറ്റിനെ കുറിച്ചോ ഒക്കെയാണ് പറയുന്നത്. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത് അത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇംഗ്ലീഷിലെ വായിച്ചാൽ ഇങ്ങനെയാണ്: ഫോർ ഫിസിക്കൽ ട്രെയിനിങ് ഈസ് ഓഫ് സം വാല്യൂ, ബട്ട് ഗോഡ്ലിനെസ് ഹാസ് വാല്യൂ ഫോർ ഓൾ തിങ്സ്, holding promise for both the present life and the life to come. So physical training is of some value. ശരീരാഭ്യാസം അല്ലെങ്കിൽ കായിക അഭ്യാസം, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ബോഡി, ശരീരത്തിന് പ്രയോജനമുള്ളത്. ഇക്കാലത്ത് ഡോക്ടർമാരെല്ലാവരോടും പറയുന്നുണ്ട്, നമ്മൾ ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ എന്തോ വേണം? എക്സസൈസ് വേണം, ഫിസിക്കൽ ട്രെയിനിങ് വേണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ അടുത്ത കുറച്ച് നാൾ മുമ്പ്, ഏതാണ്ട് 1 വർഷം ആയി കാണും, സുർജേവാലായോ എന്തോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഷെയർ മാർക്കറ്റില് വലിയ കോടികൾ സമ്പാദിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം പെട്ടെന്ന് 60-ാമത്തെ വയസ്സിലോ 61-ാമത്തെ വയസ്സിലോ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മരണകാരണത്തെ കുറിച്ചുള്ള ഒരു ലേഖനം ഞാൻ വായിക്കാനായിട്ട് ഇടയായി. ഒന്നും ചെയ്യത്തില്ല, കമ്പ്യൂട്ടറിന്റെ മുന്നേ ഇരിക്കും, ഇടയ്ക്ക് 1-2 പെഗ് മദ്യപിക്കും, പിന്നെ കഴിക്കും, ഒന്നും ചെയ്യത്തില്ല. അപ്പോ ആ ലേഖനകർത്താവ്, അതൊരു മെഡിക്കൽ എക്സ്പേർട്ടാണ് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്ന ആള് പെട്ടെന്ന് മരിക്കുന്നതില് യാതൊരു അത്ഭുതവുമില്ലെന്ന്. നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താ, ആ എനർജി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അല്ലേ, എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന് ബലം, പേശികൾക്ക് ബലം ഉണ്ടാകുവാൻ, കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ,
പ്രഷർ കൂടാതിരിക്കാൻ ഇതിനൊക്കെ ശരീരാഭ്യാസം, എക്സസൈസ് ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ഒത്തിരി പേര് നടക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാ? ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതാ. ഫിസിക്കൽ എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ദ ബോഡി, ബട്ട് എ ക്രിസ്ത്യൻ ഷുഡ് പ്രാക്ടീസ് സ്പിരിച്വൽ എക്സസൈസസ്. അതാ ഇവിടെ പറയും. ശരീരാഭ്യാസം ഇപ്പോഴത്തെ ജീവന് പ്രയോജനമുള്ളത് തന്നെയാ, അല്ലേ? ഇവിടെ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ വലിയ അമിതവണ്ണമോ ദുർമേധസ്സോ ഒന്നും ഉണ്ടാകാതെ, ഒത്തിരി ഫാറ്റോ കൊളസ്ട്രോളോ ഒന്നും ഉണ്ടാകാതെ, അതെല്ലാം കത്തിപ്പോണമെന്നുണ്ടെങ്കിൽ ശരീരം കൊണ്ട് നല്ലപോലെ അധ്വാനിക്കണം, നടക്കണം, അല്ലെ ഓടണം, വ്യായാമം ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പറമ്പിലൊക്കെ പണിയണം, അങ്ങനെയൊക്കെ ചെയ്യണം. എന്നാൽ ഇവിടെ പറയുന്നത് അതേപോലെ തന്നെ ശരീരത്തിന് ഫിസിക്കൽ എക്സസൈസ് എത്രമാത്രം പ്രാധാന്യമാണോ അതിലധികം പ്രാധാന്യം സ്പിരിച്വൽ എക്സസൈസിന്, ആത്മീകമായ ഒരു ഡിസിപ്ലിൻ, ഒരു എക്സസൈസ് ഓരോ വ്യക്തിക്കും ഉണ്ടാകണം എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തീയ ശുശ്രൂഷകരെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും പൗലോസ് തീമോഥെയോസ് ശാരീരികമായിട്ട് ഇച്ചിരി പ്രയാസമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ പറയുന്നുണ്ടായിരിക്കാം, തീർച്ചയായിട്ടും, അല്ലേ? ചെറുപ്പത്തിലെ തന്നെ വലിയ കുടവയറും ഒക്കെ വന്ന്, അല്ലേ, വലിയ വണ്ണമൊക്കെ ഉള്ള സുവിശേഷകര്, അവർക്ക് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് പാനോ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ടോ പാനോ പ്രയാസം കാണും. പക്ഷെ അവര് ശരീരാഭ്യാസം, അല്ലേ, ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം. എന്നാൽ അതിലധികമായിട്ട് അവര് സ്പിരിച്വൽ എക്സസൈസ് ചെയ്തിരിക്കണം. ആത്മീകമായി ഒരു വ്യായാമം. ആത്മീക വ്യായാമം എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനെ കുറിച്ച്, ഒരു ആത്മീക അച്ചടക്കത്തെ കുറിച്ചാണ് അവിടെ പറയുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട്. മാത്രവുമല്ല, ഇവിടെ ഒരു അത്ലീറ്റിനെ കുറിച്ച്, ഒരു ശരീരാഭ്യാസം ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു കായിക താരം എപ്പോഴും എല്ലാ ഭക്ഷണവും കഴിക്കത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ വലിയ പാട്ടുകാരൻ യേശുദാസ് ഒരിക്കലും പുളിയുള്ളതൊന്നും കഴിക്കത്തില്ല. തൈരോ മോരോ പുളിച്ചൊരാഹാരവും കഴിക്കത്തില്ല. കാരണം എന്താ? വോക്കൽ കോഡിന് പ്രശ്നമാണ്, സ്വരമാധുര്യം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് ഇത്രയും കാലം പുളിയുള്ളതൊന്നും കഴിക്കാതിരുന്നു എന്ന്. അപ്പോ അദ്ദേഹത്തിന്റെ സ്വരമാധുര്യത്തിന് അദ്ദേഹം വലിയ വില കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിപ്ലിൻ അദ്ദേഹം ചെയ്യാനായിട്ടിടയായത്. അതുപോലെ ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ he should abstain from certain foods, അല്ലെ? ചില ഭക്ഷണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്ന് അവന് ഒഴിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. തന്നെയുമല്ല, കലോറിയൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ഒരു ഈ അഭ്യാസം. അതുപോലെ തന്നെ സ്പിരിച്വൽ ഡിസിപ്ലിൻ ഒരു നല്ല ശുശ്രൂഷകന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സ്പിരിച്വൽ എക്സസൈസ് എന്ന് പറയുന്നത്? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഒരു നല്ല ശുശ്രൂഷകൻ മാത്രമല്ല, ഒരു നല്ല ദൈവ പൈതൽ, അല്ലേ, അവന്റെ ആത്മീക അച്ചടക്കം, അല്ലെ, ആത്മീക സ്പിരിച്വൽ എക്സസൈസസ് എന്തൊക്കെയാ? എല്ലാ ദിവസവും കൃത്യമായി ദൈവസന്നിധിയിൽ he must have a regular quiet time in the presence of God. ദൈവസന്നിധിയിൽ എപ്പോഴും ഒരു ക്വയറ്റ് ടൈം ഉണ്ടായിരിക്കും. ക്വയറ്റ് ടൈം എന്നൊക്കെ പറയുന്നത്, അല്ലേ, ചില ക്യാമ്പുകളിലെ ചില സംഘടനകളൊക്കെ മാത്രം അതിനെ എംഫസൈസ് കൊടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ കർത്താവിനെ നോക്കിയാൽ, അല്ലേ, മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ കാണാനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിലോ 2-ാം അധ്യായത്തിലോ അവൻ അധികാലത്ത് ഇരുട്ടോടെ ഒരു നിർജ്ജന സ്ഥലത്ത്, മത്തായിട്ട് മർക്കോസിന്റെ സുവിശേഷം ഉണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ നാം അത് കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായമാണോ 2-ാം അധ്യായമാണോ നമ്മൾ നോക്കിയാലേ 1:35 അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് എന്തോ ഉണ്ടായിരുന്നു? ഒരു ക്വയറ്റ് ടൈം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ? തന്റെ പിതാവുമായി സംസാരിക്കാനുള്ള അത് എപ്പോഴായിരുന്നു? അധികാലത്ത് ഇരുട്ടോട് വെളിച്ചം വീഴുന്നതിന് മുമ്പ് ഒരു നിർജ്ജന സ്ഥലത്ത്. എന്തിനാ നിർജ്ജന സ്ഥലം? ഐസൊലേറ്റഡ് പ്ലേസ്, മറ്റ് ശബ്ദങ്ങളൊന്നും കേൾക്കാത്ത, മറ്റാരും വന്ന് ശല്യപ്പെടുത്താത്ത. കർത്താവ് ഒരിടത്ത് ഒന്ന്
ഒന്ന് മാറിയിരിക്കുക എന്ന് പറയുന്ന കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള. കർത്താവ് എവിടെ ഉണ്ടെന്നറിഞ്ഞാലും അവിടെ എല്ലാം ആളുകള് കൂടും. ദീനക്കാരും വ്യാധികൾ വന്നവരും ഭൂതഗ്രസ്തരും എല്ലാം കൂടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ മധ്യത്തില് കർത്താവ് അധികാലത്ത് ഇരുട്ടോടെ ഒരു നിർജ്ജന സ്ഥലത്ത് പോയിരിക്കാനായിട്ട് കർത്താവിന് കഴിയും. കർത്താവ് എപ്പോഴും പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് അവൻ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലും നാം അത് കാണുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വലിയ അത്ഭുതത്തിന് ശേഷം കർത്താവ് ശിഷ്യന്മാരെ നിർബന്ധിച്ച് പറഞ്ഞ് അക്കരയ്ക്ക് അയക്കുന്നു. അയച്ചിട്ട് കർത്താവ് എന്താ കൊടുത്തു? തനിയെ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് കയറിപ്പോയി. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം എടുത്താല് 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചാണ്. വേറിട്ട് വാങ്ങിപ്പോയി എന്ന് നാം കാണുന്നു. കർത്താവ് നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് പടകിൽ കയറി വേറിട്ട് വാങ്ങിപ്പോയി. പതിനാലാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, ഞാൻ പറഞ്ഞ വാക്യം അതാണ്. 14-23 അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. 22-ാമത്തെ വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് അയക്കുന്നു. അപ്പൊ കർത്താവ് എപ്പോഴും പിതാവായ ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കായിട്ട് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ വേറിട്ട് സമയം ചെലവഴിക്കേണ്ടതിന് കർത്താവ് വളരെ വളരെ ശ്രദ്ധ വച്ചിരുന്നു. ഹി വാസ് വെരി പർട്ടിക്കുലർ ടു ഹാവ് എ പ്രൈവറ്റ് കമ്മ്യൂണിയൻ വിത്ത് ഹിസ് ഫാദർ, അല്ലേ? ഒരു പ്രത്യേകമായി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണമെന്ന് കർത്താവ് എപ്പോഴും അതിന് സമയം ചെലവഴിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ക്വൈറ്റ് ടൈം എടുക്കുക മാത്രമല്ല, അതിനെ നമുക്ക് മെഡിറ്റേഷൻ എന്ന് വിളിക്കാം. എന്നാൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കും. ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ചും ഒരു ആത്മീയ സ്പിരിച്വൽ ഡിസിപ്ലിന്റെ ഒരു ഭാഗം ആയിരിക്കണം സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയും, അല്ലെ? ഒരു സ്വയശോധന എന്ന് പറയും. നമ്മളൊരു ദിവസം രാവിലെ ആരംഭിക്കുമ്പം ദൈവകരങ്ങളിൽ ആ ദിവസത്തെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ആ ദിവസത്തെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങുന്നത്. എന്നാൽ ഒരു ദിവസം വൈകിട്ട് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോഴോ അന്നത്തെ കണക്കൊന്ന് എടുക്കണം, അല്ലേ? അന്നത്തെ ഇൻവെന്ററി അതൊന്ന് പരിശോധിക്കണം. ആരോടെല്ലാം സംസാരിച്ചു, എന്തെല്ലാം ചിന്തകൾ ഹൃദയത്തിൽ കൂടെ വന്നുപോയി, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു, അതിൽ എത്രമാത്രം ദൈവത്തിന് പ്രസാദകരമായതുണ്ടായിരുന്നു, എന്തെല്ലാം ദൈവത്തെ വേദനിപ്പിക്കുന്നതായി ഉണ്ടായിരുന്നു. അതിന് ഒരു സ്പിരിച്വൽ ഇൻവെന്ററി നമുക്ക് വേണേ പറയാം, അല്ലേ? ഒരു സെൽഫ് എക്സാമിനേഷൻ പ്രാർത്ഥനയിൽ അങ്ങനെയും സമയം ചെലവഴിക്കേണ്ടതായിട്ട് കഴിയും. മാത്രമല്ല, മുമ്പേ പറഞ്ഞ പോലെ ഡിസയർ ടു ബി ഇൻ ഗോഡ്സ് പ്രസൻസ്, ദൈവസന്നിധിയിലായിരിക്കാനായിട്ടുള്ള ഒരു വാഞ്ച എപ്പോഴും ഒരു സ്പിരിച്വൽ ഡിസിപ്ലിന്റെ ഭാഗമായിരിക്കും. രാവിലെ വേറിട്ട് പോയി പ്രാർത്ഥിക്കുക മാത്രമല്ല, വൈകുന്നേരം പ്രാർത്ഥിക്കുക മാത്രമല്ല. ദാവീദ് പറയുന്ന പോലെ ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ചു കാര്യം. എപ്പോഴും മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. ആ ഒരു ആഗ്രഹം, എ ഡിസയർ ടു ബി ഇൻ ഗോഡ്സ് പ്രസൻസ്, അതൊരു സ്പിരിച്വൽ ഡിസിപ്ലിന്റെ എക്സസൈസിന്റെ ഭാഗമാണ്. മാത്രമല്ല, ഒരു റെഗുലർ ബൈബിൾ സ്റ്റഡി ഉണ്ടായി, അല്ലേ? നമ്മുടെ ക്വൈറ്റ് ടൈമില് നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് കമ്മ്യൂൺ ചെയ്യുക, ദൈവത്തോട് സംസാരിക്കുന്ന നിമിഷങ്ങളുണ്ട്. എന്നാൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന നിമിഷങ്ങളുണ്ട്. ദൈവം ചിലപ്പോൾ നാം വെറുതെ ഇരിക്കുമ്പോൾ, നാം ഇങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, ചിലപ്പോൾ അല്പസമയം നാം ഒന്നും പറയാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ അന്തരാത്മാവിനോട് സംസാരിക്കും. മാത്രമല്ല, ദൈവം പിന്നെ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെ. അതിന് ഒരു റെഗുലർ ബൈബിൾ സ്റ്റഡി നമ്മൾ ഒരു ഭാഗം പ്രത്യേകിച്ച് എടുത്ത് ഒരു 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 സ്പിരിച്വൽ ഡിസിപ്ലിന്റെ ഭാഗമാണ്. അത് പലർക്കും ഇല്ല. ഇന്നിപ്പോ ഒത്തിരി മെറ്റീരിയൽസും ഒത്തിരി ഹെൽപ്പും നമുക്ക് കിട്ടും, പ്രത്യേകിച്ചും ഇന്റർനെറ്റും ഒക്കെ ഉള്ളത്. ഒരു ഭാഗം എടുത്താൽ ആ ഭാഗം പഠിക്കാൻ നമ്മൾ തന്നെ ഒരു 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ, മലയാളത്തിലൊന്ന് വായിച്ചു, ഇംഗ്ലീഷിലൊന്ന് വായിച്ചു, ഇംഗ്ലീഷിന്റെ തന്നെ വേറൊരു, അല്ലേ,
വേറൊരു ട്രാൻസ്ലേഷനിലൊന്ന് വായിച്ചു. 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ പല പല കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട്. അപ്പൊ ഒരു റെഗുലർ ബൈബിൾ സ്റ്റഡി അതൊരു സ്പിരിച്വൽ എക്സസൈസിന്റെ ഭാഗമാണ്, ഒരു ആത്മീയ അഭ്യാസത്തിന്റെ ഭാഗം. മാത്രവുമല്ല കോർപ്പറേറ്റ് പ്രയർ, ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥന, അവിടെ ആ ഫെലോഷിപ്പിന്റെ ആവശ്യം, ഒരുമിച്ച് കൂടി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, അത് പലപ്പോഴും നമ്മൾ അങ്ങ് നെഗ്ലക്ട് ചെയ്യും അല്ലേ. നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ഒരു കാര്യം. നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനുള്ള ഒരു സ്മോൾ സെൽ ഗ്രൂപ്പ് ഉണ്ടാകണം അല്ലേ. ഒരു ചെറിയ ഒരു കൂടി വരവ്, 1-2 പേര് ഒരുമിച്ച് കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂടി വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയിൽ നിൽക്കണമെങ്കിൽ അത് മറ്റത്തും ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, ഒരു ഫെലോഷിപ്പ്. മാത്രവുമല്ല വിറ്റ്നസിങ്, അത് നമ്മുടെ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിന്റെ ഭാഗം. ഒരാളിനെ കണ്ടാൽ കർത്താവിനെ കുറിച്ച് പറയുവാൻ ഉള്ള ഒരു വാഞ്ച, അത് നമ്മുടെ ഒരു ആത്മീയ അച്ചടക്കത്തിന്റെ ഭാഗമാണ്. പൗലോസ് അപ്പോസ്തലന് എനിക്ക് തോന്നുന്നു 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നു, ഇതുവരെ ഞങ്ങൾ എല്ലാവരെയും ലോകപ്രകാരം അറിഞ്ഞു, ഇനി ഞങ്ങൾ ആരെയും ലോകപ്രകാരം അറിയുന്നില്ല. വി ആർ നോട്ട് സീയിങ് എനിബഡി ഇൻ ദ വേൾഡ്ലി പോയിന്റ് ഓഫ് വ്യൂ എനിമോർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എപ്പോഴും നാം ഒരു മനുഷ്യനെ കാണുമ്പം ആ മനുഷ്യനെ ആ പുള്ളിയുടെ പേഴ്സണാലിറ്റി അളക്കാനോ അല്ലെ, അല്ലെങ്കിൽ എത്രമാത്രം സമ്പന്നനാണ്, അല്ലെ എത്ര കഴിവുള്ളവനാണെന്നുള്ള, ആ വ്യക്തി കർത്താവിനെ അറിഞ്ഞ ആളാണോ അല്ലയോ, അതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ ഈ വ്യക്തി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ. അതിന് ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ഇടപെടുന്ന രംഗങ്ങളിൽ, ഓഫീസിലായാലും സ്കൂളിലായാലും അല്ലെ, കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അവരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിന്റെ ഭാഗമായിരിക്കും. എൻ്റെ ഒരു വാക്കുകൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരെ മാത്രമല്ല മറ്റുള്ളവരെ സഹായിപ്പാനും നമുക്ക് കഴിയണം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനെ ഉദ്ബോധിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഗോഡ്ലെസ് മിത്സ് ആൻഡ് ഓൾഡ് വൈഫ്സ് ടെയിൽസ്. പിന്നെ എന്തോ കേൾക്കണമെന്നുള്ളത് ഒരു സ്പിരിച്വൽ ഡിസിപ്ലിന്റെ ഭാഗം അല്ലേ. നാം എന്തൊക്കെയാ കേൾക്കുന്നത്, എന്തൊക്കെയാ സംസാരിക്കുന്നത്? ഇവിടെ പറയുന്ന കിഴവിക്കഥകളെന്ന് മലയാളത്തിൽ പറയുന്നു, ഇംഗ്ലീഷിൽ പറയുന്നു ഓൾഡ് വൈഫ്സ് ടെയിൽസ്. അത് പറയുന്നത് എന്തോ സ്ത്രീകൾ ചുമ്മാ പറയുന്ന കഥകൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. യഹൂദന്മാരുടെ ഇടയിൽ ഒത്തിരി കഥകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അബ്രഹാമിനെ കുറിച്ചും സൃഷ്ടിയെ കുറിച്ചും ആദാമിനെ കുറിച്ചും ഒക്കെ ഒത്തിരി കഥകൾ അവർക്ക് പറയാനായിട്ടുണ്ട്. അത് എന്തോ ജൂയിഷ് മിത്സ് എന്നോ ജൂയിഷ് ഫേബിൾസ് എന്നോ പറയും. യഹൂദ കഥകളെന്ന് തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നോക്കിയാൽ, തീത്തോസ് 1:14, യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് മതി. ഇടേ ലേഖനമോ തീത്തോസിന്റെ ലേഖനമോ അവിടെയും പറയുന്നുണ്ട് യഹൂദ കഥകൾ. ഇവിടെ കിഴവി കഥകൾ എന്നാ പറയും, യഹൂദ കഥകളെയും. ഇനി മറ്റൊരു കാര്യം, 2 തീമോഥെയോസ് 4:4 അവര് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നൊക്കെ പറയുമ്പോ പറയുന്നതാണ്, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും. ഇന്ന് നമുക്കൊരു പ്രസംഗം കേൾക്കുമ്പോൾ കുറെ കഥ കേൾക്കാനാ ഇഷ്ടം അല്ലേ, എന്തെങ്കിലും കുറച്ച് കഥകൾ. നമുക്ക് ഈ പല പല ദുരുപദേശങ്ങളും ഉണ്ടായിട്ടുള്ളത് കഥകളിൽ നിന്ന്. നമ്മള് എന്താ യെരുശലേമിൽ പോയാല് കർത്താവ് ക്രൂശും എടുത്തുകൊണ്ട് നടന്നെന്ന് പറയുന്ന വഴി, ഇങ്ങനെ അതിന് വൈഡോളറോസ എന്നാ പറയുന്നത്, ക്രൂശിന്റെ വഴി. അതിങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അവിടുന്ന് കർത്താവിനെ വിചാരണ ചെയ്ത പീലാത്തോസിന്റെ മണ്ഡപത്തിൽ നിന്ന് കർത്താവിനെ ക്രൂശിച്ച സ്ഥലം എന്ന് ഇപ്പോൾ അവർ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം വരെ ഉള്ള ആ സ്ഥലം ഇങ്ങനെ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ ആ ഭിത്തിയിൽ ഓരോ പോയിന്റും എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് വീണ സ്ഥലം ഇങ്ങനെ പല പോയിന്റും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ സന്ദർശിച്ചപ്പോഴേ അവിടെ നോക്കിയപ്പോൾ ഒരിടത്ത് എനിക്ക് തോന്നുന്നു 7-ാമത്തെ പോയിന്റ് അവിടെ കർത്താവ് വീണ് എന്ന് പറയുന്നത്. കർത്താവ് ക്രൂശം എടുത്തോണ്ട് പോയി അവിടെ വീണപ്പം ഒരു സ്ത്രീ ഓടിച്ചെന്ന് തൻ്റെ കൈലേസ് കൊണ്ട് കർത്താവിന്റെ മുഖം
തുടച്ചു. എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെറോണിക്ക. കാരണം എന്താ? ആ സ്ത്രീയാണ്, അവരുടെ ഐതിഹ്യപ്രകാരം ആ സ്ത്രീയാണ് 12 വർഷം രക്തസ്രാവക്കാരത്തി ആയിരുന്ന സ്ത്രീ. കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച സ്ത്രീ. അപ്പൊ അവളെ കർത്താവിനെ ക്രൂശുമായിട്ട് കർത്താവ് യാത്ര ചെയ്യുമ്പം പല സ്ത്രീകളും അനുഗമിച്ചല്ല. ആ കൂട്ടത്തിൽ അവരുണ്ടായിരുന്നെന്നും അവരോടിച്ചെന്ന് കൈലേസ് എടുത്ത് കർത്താവിന്റെ മുഖം തുടച്ചെന്നും, ആ മുഖം തുടച്ചപ്പം ആ കൈലേസയില്, ആ ചൗവലയില് കർത്താവിന്റെ മുഖം പതിഞ്ഞെന്നും, ആ മുഖം എന്തോ ടൂറിനിലെ കത്തീഡ്രലിൽ ഉണ്ടെന്നും അത് വെച്ചാണ് പടം വരച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ പല ഐതിഹ്യങ്ങളും. ഇതിലൊക്കെ എത്ര വാസ്തവം? 2000 വർഷം നിലനിന്നൊരു കൈലേശോ അല്ലെങ്കിൽ അതായിരുന്നോ ഒന്നും വേദോസ്തവം അതൊന്നും നമ്മളോട് പറയുന്നില്ല. കർത്താവ് ക്രൂശ് എടുത്തോണ്ട് നടന്നപ്പോൾ കുറേനക്കാരനായ ശിമോനെ പട്ടാളക്കാര് പിടിച്ച് അവനെ ക്രൂശ് എടുപ്പാൻ നിർബന്ധിച്ചെന്ന് മാത്രമേ പറയൂ. അപ്പോ ഇതിന്റെ അകത്തൊക്കെ ഒത്തിരി കഥകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് പൊടിപ്പും തൊങ്ങലും ചേർത്ത് വെച്ച് അതിനൊരു ഇച്ചിരി കൂടെ അല്ലെ, അതിന്റെ പേരിൽ പല ദുരുപദേശങ്ങളും കുത്തി, അതാ സത്യം വിട്ടകലുന്ന കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം. അത് കിഴവി കഥകളെ ഒഴിഞ്ഞിരിക്കുക. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കിഴവി കഥകളെ ഒഴിഞ്ഞിരിക്കുക. അങ്ങനെ പല സംഭവങ്ങൾ. ഇപ്പോ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെ അമ്മയായ മറിയത്തെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിലൊക്കെയുള്ള പഠിപ്പീരാണ് അമലോത്ഭവം മാതാവെന്ന് കേട്ടിട്ടുണ്ട്. അമലോത്ഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പാപരഹിതനായി പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായി ഭൂമിയിലേക്ക് വന്നതുപോലെ തന്നെയാണ് മറിയം വന്നത്. മറിയയും നോട്ട് ബോൺ ഫ്രം എ ഹ്യൂമൻ ഫാദർ, ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ മകളായിട്ട് ജനിച്ച വ്യക്തി അല്ല, പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായതാണെന്ന് പഠിപ്പിക്കുന്ന പഠിപ്പീരുകൾ. ഇതൊക്കെ ഓരോ കഥകളാണ്. ഈ കഥകളുടെയൊക്കെ പ്രത്യേകത എന്താ? ഇതെല്ലാം സത്യം വിട്ടകലുന്ന കെട്ടുകഥകളാണ്. ഈ കെട്ടുകഥകൾ കൊണ്ട് ഒത്തിരി ദുരുപദേശങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ ഒഴിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, യേശുദാസ് ചില ഭക്ഷണം, യേശുദാസ് മാത്രമല്ല അല്ലേ, കായികാഭ്യാസം ചെയ്യുന്നവർ പലരും ചില ഭക്ഷണം വേണ്ടാന്ന് നോക്കും. കാരണം എന്താ? അവര് പങ്കെടുക്കുന്ന ആ കായിക ഇനത്തിന് അല്ലെങ്കിൽ അവരുടെ ശരീരം ഫിറ്റായിട്ട് സൂക്ഷിക്കാൻ ആ ഭക്ഷണം കഴിച്ചാൽ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ഇതുപോലെയുള്ള കഥകളൊക്കെ ഒഴിഞ്ഞിരിക്കും. നമ്മൾ ഇന്ന് പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഇത്തരം ഒത്തിരി പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളെ പറയുന്ന അനേകരെ കാണാനായിട്ട് കഴിയും. കഥകൾ വേണ്ടെന്നല്ല, ഉദാഹരണങ്ങൾ വേണ്ടെന്നല്ല പറയുന്നത്. എന്നാൽ സത്യത്തിൽ നിന്ന് അകറ്റുന്ന കഥകള് അതിന് ചെവി കൊടുക്കുവാനായിട്ട് പാടില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് അത്ര, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തം ഉള്ളതാകിയാൽ സകലത്തിനും പ്രയോജനമുള്ളതാണ്. അപ്പോ ദൈവഭക്തി, സ്പിരിച്വൽ എക്സസൈസ് ഈസ് ഓഫ് ഇറ്റേണൽ വാല്യൂ. നിത്യതയിലേക്ക് നിലനിൽക്കുന്ന പ്രയോജനം ഉളവാക്കുന്നതാണ് ആത്മീകമായ എക്സസൈസസ്, സ്പിരിച്വൽ എക്സസൈസ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും ദൈവഭക്തി വരുവാനിരിക്കുന്ന ജീവിതത്തിന് നിങ്ങളെ പ്രാപ്തരാക്കുന്നതും നിങ്ങളെ ഒരുക്കുന്നതുമാണ്. ശരീരാഭ്യാസം ഇവിടുത്തെ ജീവിതത്തിന് പ്രയോജനമുള്ളതാണെങ്കിൽ ആത്മീകമായ അച്ചടക്കവും ആത്മീകമായ ഒരുക്കവും ആത്മീകമായ സ്പിരിച്വൽ എക്സസൈസും വരുവാനിരിക്കുന്ന ലോകത്തില്, വരുവാനിരിക്കുന്ന ജീവന്റെ, ഇപ്പോഴത്തെ ജീവനും പ്രയോജനമുള്ളതാണ്. ദൈവഭക്തിയോട് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവഭക്തിയോടുള്ള ജീവിതം ഇപ്പോഴത്തെ ജീവിതത്തിനും പ്രയോജനമുള്ളതാണ്, വരുവാനിരിക്കുന്ന നിത്യജീവനും പ്രയോജനമുള്ളതാണ് എന്ന് പറയുന്നു. അപ്പൊ പൗലോസ് എപ്പോഴും വരുവാനിരിക്കുന്ന ജീവന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അല്ലെ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അനിഷ്ടന്മാരെത്തും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ.
അപ്പൊ വരുവാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടിയാണ് ഇപ്പോഴെ നാം ആത്മീകമായ അച്ചടക്കം പുലർത്തുന്നതും ആത്മീകമായ എക്സസൈസസ്, ക്വയറ്റ് ടൈം എടുക്കുന്നത്, ദൈവവചനം പഠിക്കുന്നത്, ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്, ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള ആഗ്രഹം, ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നത് എല്ലാം വരുവാനിരിക്കുന്ന ലോകത്ത് ജീവന് വേണ്ടി നമ്മെ ഒരുക്കുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ ജീവനും പ്രയോജനമുള്ളതായല്ലേ. പ്രത്യേകമായിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ ഒരുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ആത്മീയ അച്ചടക്കം അല്ലെ. പാപത്തിൽ വീഴാതെ സൂക്ഷിക്കണമെങ്കിൽ ഒരു ദിവസം ദൈവത്തോടൊപ്പം ഒന്ന് ആരംഭിച്ചാൽ അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതല്, ദൈവവചനം കൃത്യമായിട്ട് പഠിക്കുന്ന, ധ്യാനിക്കുന്ന, പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സാത്താന് തെറ്റിച്ചുകൊണ്ടപ്പാൻ പ്രയാസം. സാത്താന്റെ കയ്യിൽ അവനെ കിട്ടത്തില്ല. വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ഇത് വേണം അല്ലെ, സ്പിരിച്വൽ എക്സസൈസസ് വേണം. ഒരു സ്വയശോധനയുള്ള ഒരു ദൈവ പൈതലിനെ പാപത്തെ ഏറ്റുപറഞ്ഞ്, കർത്താവെ ഞാൻ ഇന്ന തെറ്റുകൾ എന്റെ ജീവിതത്തിൽ വന്നു, അതിനോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തെ കൈക്കലാക്കാൻ പിശാചിന് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നിത്യതയിലേക്ക് നിലനിൽക്കുന്ന വലിയ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് ഈ സ്പിരിച്വൽ എക്സസൈസ് മുഖാന്തരമായി തീരും. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്ന ജീവനും പ്രയോജനമുള്ളതാകുന്നു. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടെന്ന് ചിന്തിക്കുന്നു. ഇപ്പോഴത്തെ ജീവൻ തന്നെയാണെങ്കിലും എന്താ, നമ്മള് വിശുദ്ധിയോടെ ജീവിക്കുക, ദൈവത്തിന് പ്രസാദകരമായ ഒരു ദിവസം ജീവിച്ചെന്നിരിക്കട്ടെ. എന്താ അന്നത്തെ നമ്മുടെ ചിന്ത? എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഹൃദയത്തിന് വലിയ സന്തോഷമായി. അന്ന് ഹൃദയത്തിൽ മറ്റു ഭാരങ്ങളൊന്നും, മറ്റതെല്ലാം അങ്ങ് നിഷ്പ്രഭമായി പോകും. ഞാൻ ഒരു ദിവസം ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ചെങ്കിൽ അന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ആത്മീയ സന്തോഷം ദൈവത്തിന്. ഞാൻ എപ്പോഴും ഓർക്കുന്നത് 16-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളാണ് അല്ലേ. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്തു നിന്നും പ്രമോദങ്ങളും. അത് നമുക്ക് ദിവസം അനുഭവിക്കാനായിട്ട് കഴിയും. എനിക്ക് ദാറ്റ് ഈസ് എ ഫോർടേസ്റ്റ് ഓഫ് ഹെവൻ. സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വലിയ സന്തോഷം. അത് ഇവിടെയും ദൈവത്തിന് പ്രസാദകരമായിട്ട് ഒരു ദിവസം ഒന്ന് ജീവിക്കട്ടെ. ഒരു ദിവസം മാത്രമല്ല, ജീവിക്കുന്ന ആ ദൈവ പൈതലിനെ ആ സന്തോഷ പരിപൂർണത അനുഭവിക്കാനായിട്ട് കഴിയും. അതിനാ സ്പിരിച്വൽ. ഇപ്പോഴത്തെ ജീവനും വരുവാനിരിക്കുന്ന ജീവനും പ്രയോജനമുള്ളത്. ദൈവഭക്തിയോട് ജീവിക്കണം. പക്ഷേ 2 തീമോഥെയോസ് 3-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ താല്പര്യപ്പെട്ടിരുന്നാൽ ഒത്തിരി ഉപദ്രവം വരും അല്ലേ. എങ്ങനേലും അതിൽ നിന്നൊന്ന് തെറ്റിക്കാൻ പിശാച് സർവ്വ പണിയുന്നു. ഒരു ഇത്തിരി വീട്ടിലൊന്ന് ദേഷ്യം, അല്ലെ എന്തേലും നമ്മൾ ഉദ്ദേശിക്കാത്തൊരു ഇതിൽ കൊണ്ട് നമ്മളെ ചാടിക്കും. വീട്ടിൽ ദേഷ്യപ്പെടുക, പിള്ളേരോട് ദേഷ്യപ്പെടുക, ഭാര്യയോട് ദേഷ്യപ്പെടുക, ഭർത്താവിനോട് ദേഷ്യപ്പെടുക, അല്ലെ എന്തേലും ഒന്ന് പറയുക. അവിടെ തൊട്ടേ നമ്മളെ അകറ്റാനായിട്ട് പിശാച് ശ്രമിക്കും. ഇവിടെ പറയുന്ന ദുഷ്ടമനുഷ്യരും മായാവികളും അല്ലേ, അതിന്റെ മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. എന്നാൽ ദൈവഭക്തിയോട് ജീവിക്കാൻ പ്രിയമുള്ളവരെ നമുക്കൊരു പോരാട്ടം കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം 9-ാമത്തെ വാക്യം നോക്കി, 4:9. ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. മറ്റൊരു ഭാഗത്തും ഇത് പറയും നമുക്ക് കാണാനായിട്ട്. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വചനമാണ്, എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആത്മീകമായ അഭ്യാസം, ആത്മീകമായ സ്പിരിച്വൽ എക്സസൈസസ് ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനുള്ള ജീവനും പ്രയോജനമുള്ളതാണെന്നുള്ളത് വിശ്വാസ്യമുള്ള വചനമാണ്. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായതാണ് എന്ന് പറഞ്ഞാൽ അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓർക്കണം.
ആത്മീകമായ അച്ചടക്കം, ആത്മീകമായ സ്പിരിച്വൽ എക്സസൈസസ്. അതിന് അഭ്യാസം എന്നുള്ള വാക്കല്ലാതെ വേറെ എന്തെങ്കിലും അഭ്യാസത്തിന് എന്തോ ഒരു അല്ലേ, അവൻ വലിയ അഭ്യാസിയാന്നോ അല്ലെ അവൻ വലിയ അഭ്യാസം കാണിക്കാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു തെറ്റായ മീനിങ് ഉണ്ട്. അതല്ല, ആത്മീകമായ ഒരു പരിശീലനം അല്ലെ, ഒരു ക്രിസ്ത്യൻ വെർച്യൂസിൽ, ക്രിസ്തീയ ആ സ്വഭാവത്തിലുള്ള ഒരു പരിശീലനം. ഒരു ഓട്ടക്കാരൻ എപ്രകാരം തന്റെ ശരീരം അല്ലെ ഓട്ടത്തിന് യോഗ്യമാക്കി സൂക്ഷിക്കുന്നുവോ, ഫിസിക്കലി ഫിറ്റായിട്ട് സൂക്ഷിക്കുന്നുവോ, അതുപോലെ നിത്യജീവന് വേണ്ടി ഒരു ദൈവ പൈതല് തന്റെ ആത്മീക ജീവനെ ഫിറ്റായിട്ട് സൂക്ഷിക്കണം. ആത്മീക ജീവൻ ഫിറ്റായിട്ട് സൂക്ഷിക്കണേ, ദൈവസന്നിധിയിൽ ഇരിക്കണം, വേറിട്ട് പോയിരിക്കണം, സ്വയശോധന ചെയ്യണം, പ്രാർത്ഥിക്കണം. അധികാലത്ത് ഇരുട്ടോടെ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. വൈകുന്നേരം ജീവിതത്തിന്റെ ഒരു കണക്കെടുക്കണം. ഒരുമിച്ച് വിശ്വാസികളുമായി പ്രാർത്ഥനയിൽ ജാഗരിക്കണം, ദൈവവചനം പഠിക്കണം. ഇത് വിശ്വാസ്യമാണ്, ഇത് അംഗീകരിപ്പാൻ യോഗ്യമായ, ഇതെല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്നാണ്. നമ്മൾ ആ 9-ാമത്തെ വാക്യം ചിലപ്പം കാണാതെ വിട്ടുപോകും. കാരണം 8-ാമത്തെ വാക്യം അത്രമാത്രം അല്ലേ, 8-ാമത്തെ വാക്യം പറയുന്നത് ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും ഇപ്പോഴത്തെ ജീവനും നിത്യജീവനും പ്രയോജനമുള്ളതാണ്, സകലത്തിനും പ്രയോജനമുള്ളതാണ്. ആത്മീക സന്തോഷം അനുഭവിപ്പാൻ, ദൈവത്തിന്റെ വലതുഭാഗത്തെ സന്തോഷം അനുഭവിപ്പാൻ കഴിയുന്നതാണ് ഈ സ്പിരിച്വൽ എക്സസൈസ് എന്ന് പറയും. എന്നിട്ട് പറയുകയാണ് ഈ പറഞ്ഞത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമാണ്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ അതിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഒരു സ്പിരിച്വൽ എക്സസൈസ് ഇല്ലാതെ പിശാചിനോട് എതിർത്ത് നിൽപ്പാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ഇവിടെ 10-ാമത്തെ വാക്യം നോക്കിയാട്ട്, അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായി ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരും. ഐ ലേബർ ആൻഡ് സ്ട്രൈവ് ഫോർ ഇറ്റ്. ഇംഗ്ലീഷിൽ ആ വാക്യം ഇങ്ങനെ, ദിസ് ഈസ് എ ട്രസ്റ്റ്വർത്തി സേയിങ് that deserves full acceptance, and for this we labor and strive. This is a trustworthy saying. ഇതെല്ലാവരും വിശ്വസിക്കേണ്ട ഒരു വചനമാണ് അല്ലേ. അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കുകയും പോരാടുകയും ചെയ്യും. അപ്പൊ ഈ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിന് വേണ്ടി നമ്മൾ ഒരു പോരാട്ടം കഴിക്കും. നമ്മളൊരു അല്ലെ പിശാച് എപ്പോ വേണേ പിടിക്കും, തെറ്റിക്കും. വിശ്വാസത്തിൽ ഒരു വ്യക്തി ദൈവകൃപയിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, പിശാച് എല്ലാ പണിയും പണി. അപ്പൊ നമ്മൾ അലസരായിട്ടിരുന്നാലോ, നമ്മൾ അതിനുവേണ്ടി ഒരു അധ്വാനം ഇല്ലാതെ നമ്മൾ എന്താ ഇതിനു വേണ്ടി അധ്വാനിച്ചും പോരാടിയും ഇരിക്കണമെന്നാ പറയുന്നത് അല്ലേ. 10-ാമത്തെ വാക്യത്തിൽ അതാ പറയുന്നത്. ആ വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിനു വേണ്ടി അല്ലേ, അതിനായിട്ട് തന്നെ. എന്നിട്ട് ആ ഇടയ്ക്കത്തെ 2 വാക്യം അങ്ങ് വിട്ടാട്ട്, ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. അങ്ങനെ വായിച്ചു നോക്കി 10-ാമത്തെ വാക്യം വായിക്കുമ്പോഴേ ഈ മേളി പറഞ്ഞിരിക്കുന്ന വിശ്വാസിയും അംഗീകരിപ്പാനായിട്ട് യോഗ്യവുമായ വചനമാണ്. അതിനായിട്ട് തന്നെ ദൈവത്തിൽ ആശ വെച്ച് നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ അത്രയും വിട്ടിട്ട് ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരും. അപ്പൊ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ സൂക്ഷിക്കണമെങ്കിൽ തന്നെ വി ഷുഡ് ലേബർ ആൻഡ് സ്ട്രൈവ്. നമ്മൾ അധ്വാനിക്കുകയും പോരാടുകയും ചെയ്യണം. അങ്ങനെ ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ഇതിന് എത്ര വില കൊടുക്കുന്നില്ലേ? എല്ലാവർക്കും വിശുദ്ധ ജീവിതം നയിക്കണമെന്നും കർത്താവിന് പ്രസാദകരമായി ജീവിക്കണമെന്നും ഒക്കെ എല്ലാവർക്കും ആഗ്രഹം. അങ്ങനെ ആഗ്രഹമില്ലാത്തവരാരുമല്ല, അല്ലെ പിന്നെ ഇവിടെ നമ്മളാരും മെനക്കെട്ട് വരത്തില്ല, ഇത് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ അതിന് പ്രത്യേകിച്ചൊരു പോരാട്ടം, ഒരു അധ്വാനത്തിന്റെ ആവശ്യം ഉണ്ട്. ഈ സ്പിരിച്വൽ എക്സസൈസ് ഒരു ദിവസം രാവിലെ എണ്ണിച്ച് പ്രാർത്ഥിക്കാമെന്ന് വെച്ചു, താല്പര്യപ്പെട്ട അലാറും ഒക്കെ വെച്ച് കിടന്നു. പക്ഷേ രാവിലെ എഴുന്നേക്കാൻ തല നേരെ നിൽക്കുന്നു. അനിച്ചിരി അധ്വാനിച്ചെങ്കിലേ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ഇച്ചിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്ന് തീരുമാനിച്ച് അന്ന് എന്തെങ്കിലും ഒക്കെ കൊനഷ്ടമുണ്ടാവും. അതിനൊരു പോരാട്ടം കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ ശരി, അയ്യോ അത്യാവശ്യം അന്നേരം ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുണ്ട്, അല്ലെ എന്തെങ്കിലും ഒരു വലിയ പരിപാടി വരും, വീട്ടിലെ ഒരു അത്യാവശ്യമായിരിക്കും, അതും മാറ്റി വെക്കാൻ പറ്റത്തില്ല. പക്ഷെ പ്രാർത്ഥന നടക്കാതിരിക്കാനുള്ള പണിയെല്ലാം ഉണ്ടാവും.
പ്രിയമുള്ളവർ, ഇതിനൊരു പ്രത്യേകമായ ഒരച്ചടക്കം, ഒരു ദൈവ പൈതല് ഇതിന് അധ്വാനിക്കുകയും പോരാടുകയും ചെയ്യണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. ഇനിയും 11-ാമത്തെ വാക്യത്തില് പിന്നെയും അതിനെ അങ്ങ് എംഫസൈസ് ചെയ്യുക. ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ഏത് ആജ്ഞാപിക്കാനാ പറയുന്നത്? ഒരു സ്പിരിച്വൽ എക്സസൈസ് ചെയ്യണമെന്നുള്ള കാര്യം നീ ഇത് ആജ്ഞാപിക്കണം. യു ഷുഡ് കമാൻഡ് ദിസ്, കമാൻഡ് ആൻഡ് ടീച്ച് ദീസ് തിങ്സ്. ഇതിനു വേണ്ടി ഒരു അധ്വാനവും ഒരു പോരാട്ടവും ആവശ്യമാണെന്നുള്ളത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ഞാൻ സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഇന്ന് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കും. ഇന്ന് നമ്മൾ കണ്ടത്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഹൗ ടു ബി എ ഗുഡ് മിനിസ്റ്റർ ഓഫ് ദ ലോർഡ് എന്നുള്ളതാണ്. 1 മുതൽ 6 വരെ. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ഹൗ ടു ബി എ ഗോഡ്ലി മിനിസ്റ്റർ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് ക്രിസ്തു യേശുവിന്റെ നല്ല ശുശ്രൂഷകൻ എങ്ങനെയാകാമെന്നുള്ളത്. ഇന്ന് ക്രിസ്തു യേശുവിന് ഭക്തിയുള്ള സുവിശേഷകനായി എങ്ങനെ ജീവിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. താഴോട്ട് പിന്നെയും അതിനെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട്. ഇവിടെ പറയുന്നു, ഡോണ്ട് ലെറ്റ് എനിബഡി ലുക്ക് ഡൗൺ അപ്പോൺ യു, അല്ലേ? ആരും ഡോണ്ട് ലെറ്റ് എനിവൺ ലുക്ക് ഡൗൺ ഓൺ യു. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കുന്നു. നമുക്കറിയാം, ചെറുപ്പക്കാരനായിരുന്നു തീമത്യോസ്. തീമത്യോസിന്റെ സ്വന്തം സ്ഥലം എവിടാ? ലുസ്ത്ര. അപ്പൻ ഗ്രീക്കുകാരനായിരുന്നു, അമ്മ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. വല്യമ്മച്ചി ലോവീസ്, അമ്മ യുനീക്ക. ലുസ്ത്രയിലെ പൗലോസ് അപ്പോസ്തലന്റെ മിഷണറി യാത്രയിൽ അവിടെ വെച്ചാണ് തീമത്യോസ് രക്ഷിക്കപ്പെടുന്നത്. 2-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് തീമത്യോസിനെ കൂടെ കൂട്ടും. പിന്നീട് ഇത് എഴുതുമ്പോഴേക്കും 3-ാമത്തെ മിഷണറി യാത്ര കഴിയുമ്പോഴേക്കും എഫെസോസിലെ സഭയുടെ ചാർജ് ഏൽപ്പിക്കുക. അപ്പോഴും ചെറുപ്പമാണ്, അധികം കാലം ഒന്നും കഴിഞ്ഞിട്ടില്ല, അല്ലേ? ഒരു 5-6 വർഷം, 5-7 വർഷം കഴിഞ്ഞ് കാണും കൂടെ കൂടിയിട്ട്. പക്ഷെ അപ്പോഴേക്കും എഫെസോസിലെ സഭ എന്ന് പറയുന്നത് വലിയൊരു സഭയാണ്. കാരണം പൗലോസ് 3 വർഷം അവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്ത് ഉണ്ടായതായിട്ടൊരു സഭയാണ്. ആസിയയുടെ, അന്നത്തെ ഏഷ്യ മൈനറിന്റെ തലസ്ഥാനമായി, ഒരു തുറമുഖ പട്ടണമായി. പൗലോസിന്റെ എഫെസോസിലെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് പല സാറ്റലൈറ്റ് ചർച്ചസും മറ്റ് സഭകൾ സ്ഥാപിക്കപ്പെടുവാനിടയായത്. കൊലോസിയയിലെ സഭ, ഹിയരപ്പൊലീസിലെ സഭ, ഇതൊക്കെ സ്ഥാപിക്കാനിടയായത് എഫെസോസിലെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട്. എഫെസോസിൽ വന്ന് ദൈവവചനം കേട്ടവർ അവിടെ ചെന്ന് സ്ഥാപിച്ച സഭകളാണ് കൊലോസിയയും ഹിയരപ്പൊലിയും ഒക്കെ. അപ്പൊ ആ ഒരു സഭ, എഫെസോസിലെ സഭയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എഫെസോസിലുള്ളവർക്ക് വേണ്ടി മാത്രം ഒരു ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, പിന്നെ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിലെ എഫെസോസിലെ സഭയ്ക്ക് ഒരു ദൂത്, ദൈവത്തിൽ നിന്ന് ലഭിച്ചൊരു ദൂത് എഴുതുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അപ്പോസ്തലനായ പൗലോസ് അവർക്കൊരു ദൂത് പ്രത്യേകം കൊടുക്കുന്നു. അപ്പൊ എഫെസോസിലെ സഭ വലിയൊരു സഭയാണ്. ഇന്നൊരു വലിയ ഇടവകയിൽ ഒരു അച്ഛനെ വെക്കണമെങ്കിൽ ആ പുള്ളി ഒരു ഇച്ചിരി കഴിവുള്ള ആള് ആയിരിക്കണം. അപ്പൊ തീമത്യോസിനെ തെരഞ്ഞെടുത്തതിന്റെ കഴിവെന്ന് പറഞ്ഞാൽ അതിലധികം ഒരു വിശ്വസ്തനായി. എന്നാൽ ഇവിടെ പറയുക, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളാം. ഡോണ്ട് ലെറ്റ് എനിബഡി ലുക്ക് ഡൗൺ ഓൺ യു. ഡോണ്ട് ലെറ്റ് എനിവൺ ബിലിറ്റിൽ യു. ആരും നിന്നെ കുറച്ച് കളയാൻ ഇടവരരുത്. കുറച്ച് കളയാതിരിക്കണേൽ എന്തോ വേണം? ബിക്കോസ് യു ആർ ബട്ട് സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ബിലീവേഴ്സ് ഇൻ സ്പീച്ച്. അപ്പോ ഒരു ഗോഡ്ലി മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ അതുകൂടെ പറഞ്ഞ ആ വാക്കുകളെ അവസാനിപ്പിക്കുക. ഇഫ് യു ബിക്കം എ ഗോഡ്ലി മിനിസ്റ്റർ, then you are going to set an example for other believers. നാം ഒരു നല്ല ദൈവഭക്തിയുള്ള ശുശ്രൂഷകനായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് എന്തോ ആയിത്തീരും? ഒരു മാതൃകയായിത്തീരും. അതുകൊണ്ടാണ് പറയുന്നത്, സെറ്റ് ആൻ എക്സാമ്പിൾ. നിന്നെ ആരും കുറച്ച് കളയല്ലേ, നിന്നെ ആരും പുച്ഛിക്കരുത്. നിന്നെ നോക്കിയിട്ട് ഇവനാ ഇവിടെ സഭാ ശുശ്രൂഷകനായിട്ട് വന്നു, ഇവന്റെ ജീവിതം ഇങ്ങനെയാന്ന് ആരും പറയാൻ ഇടവരുത്തരുത്. അതിന് പകരം നീ മാതൃകയുള്ളവനായിരിക്കുക എന്ന് പറയുക. എന്തിലെല്ലാം മാതൃക എന്നുള്ളത് പിന്നെ തുടർച്ചയായിട്ട് നാം കാണുന്നുണ്ട്. അത് മുഴുവൻ പറയുവാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നാം ഇന്നിവിടെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, 4-ാം അധ്യായത്തിൽ പറയുന്നു, ഹൗ ടു ബി എ ഗുഡ് മിനിസ്റ്റർ ഓഫ് ക്രൈസ്റ്റ് ജീസസ്.
എങ്ങനെ ക്രിസ്തുയേശുവിന്റെ നല്ല ശുശ്രൂഷകനായിരിക്കാം എന്ന് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയും. എന്നാൽ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഹൗ ടു ബി എ ഗോഡ്ലി മിനിസ്റ്റർ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. എങ്ങനെ ദൈവഭക്തിയുള്ള, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്ന, മാതൃകയുള്ള ഒരു ശുശ്രൂഷകനായി തീരാം എന്ന് തീമത്തിയോസിനെ ഉദ്ബോധിപ്പിക്കും. അതിനൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ആവശ്യമാണ്, ഒരു ആത്മീയ അച്ചടക്കം ആവശ്യമാണ്. വി നീഡ് ടു ഹാവ് സ്പിരിച്വൽ എക്സസൈസസ്. നമുക്ക് ആത്മീയമായ ആത്മീയമായി നിത്യജീവന് വേണ്ടി നമ്മെ ഒരുക്കുന്നതായിട്ടുള്ള, പ്രയോജനമുള്ളതായിട്ടുള്ള ഒരു വലിയ ആത്മീയമായ ഒരു ദിനചര്യ, ജീവിതക്രമം നമുക്കുണ്ടാകേണ്ടതായിട്ടില്ല. പ്രിയമുള്ളവരെ, അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. ഈ ആത്മീകമായ അച്ചടക്കവും ആത്മീകമായ ഒരു ദിനചര്യയും, ഒരു സ്പിരിച്വൽ എക്സസൈസ്, ഒരു സ്പിരിച്വൽ ഡെയിലി ലൈഫ്, ദൈവഭക്തിയോടെയുള്ള ഒരു ജീവിതം നമുക്കുണ്ടോ? ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. ആത്മീയ അച്ചടക്കമില്ലാതെ, ആത്മീകമായ ഒരു ഒരുക്കമില്ലാതെ, ആത്മീകമായ ഒരു ദിനചര്യയില്ലാതെ ഇപ്പോഴത്തെ ജീവിതത്തിലും വരുവാനുള്ള ജീവിതത്തിലും ദൈവത്തിന് പ്രസാദകരമായി ജീവിപ്പാൻ നമുക്ക് കഴിയുകയില്ല. ദൈവകാര്യങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. കർത്താവെ, വളരെ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനോടുകൂടെ, ആത്മീയ അച്ചടക്കത്തോടുകൂടെ, ചിലതൊക്കെ വേണ്ട എന്ന് വെച്ച്, എന്നാൽ കൃത്യമായി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ദിനംതോറും ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ജീവിതത്തിലും ആത്മീയ സന്തോഷം അനുഭവിപ്പാൻ, നിത്യജീവിതത്തിലേക്ക് അനുഗ്രഹകരമായ മുതൽക്കൂട്ടായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം, ഒരുക്കാം. ജിജി ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ.